꼬마 마냥 입을 깨우던 날 그런 널 보면 자꾸 웃음이 나와 안녕 아리따워 그 여름 나의 공기 너무 차갑던 잿빛거리의 소리 숨을 마시고 네 문을 두드리네 We gon' change 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 Tonight 내게 내 손을 맞닿으면 Hey guys, welcome back to my channel guys, welcome back to a brand new video. So guys, ഇന്ന് വന്നിരിക്കുന്ന പുതിയ റിയാക്ഷൻ guys. So ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ, ഇന്ന് വീഡിയോ ബർത്ത്ഡേ ആണ്, അതായത് നമ്മുടെ ടേയാങ്ങിന്റെ ബർത്ത്ഡേ, ടേയുടെ ബർത്ത്ഡേ. സോ ഹാപ്പി ബർത്ത്ഡേ ടേയാങ്. സോ ഇന്ന് നമ്മൾ അതുകൊണ്ട് സ്പെഷ്യൽ റിയാക്ഷൻ ഗൈസ് വന്നിരിക്കുന്നു. സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യുമ്പോൾ 3 സോങ്സ് ആണ്, ഡോക്യുമെന്ററീസ് ഒന്നും ഇല്ല. വേണമെങ്കിൽ ഡോക്യുമെന്ററീസും പിന്നെ ഇതിനകത്ത് വരാത്ത സോങ്സ് 3 സോങ്സ് ചെയ്യുന്നുള്ളൂ. സോ 3 സോങ്സ് അല്ലാത്ത കുറച്ച് സോങ്സ് ഒക്കെ ഉണ്ടാവില്ല, അതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് വീഡിയോ ചെയ്യാം. സോ അത് താഴെ കമന്റ് ഏതൊക്കെ വേണമെന്ന്, ഇല്ലാത്ത വീഡിയോസിൽ ഇല്ലാത്ത സോങ്സ് ഏതൊക്കെ വേണമെന്ന് താഴെ കമന്റ് ചെയ്യാം. സോ ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗെയിൻ. സോ നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് വിൻഡോ ബെയർ ആയിട്ടാണ്. സോ വിൻഡോ ബെയർ സോങ്ങിന്റെ റിയാക്ഷൻ തുടങ്ങി, പിന്നെ അതിന് ശേഷം റിയാക്ഷൻ എടുക്കുകയാണ്, എന്നിട്ട് നമുക്ക് റാപ്പ് ചെയ്യത്തുള്ളൂ. സോ without further delay, let's dive into the reaction. Window Bear by We. Let's go. We. Acoustic. Acoustic vibes ആണ് ഈ സോങ് തരുന്നത്. സ്ലോ നൈസ് ബാലഡ് എനിക്ക് തരുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു വോക്കൽസ്, പിന്നെ അവസാനത്തെ പാട്ട് വന്നപ്പോൾ സോഫ്റ്റ് ഫോഴ്സ് വരോ പക്ക രസമായിട്ട് കേൾക്കാൻ. പിന്നെ ഈ സ്റ്റാർട്ടിങ് വേർഡ്സ് ക്ലിയർ ആയിട്ട് ഇതായില്ല, കാരണം എന്ന് വെച്ചാൽ ഒരു ഫ്ലൂവൻസി ഇല്ലാത്തൊരു ഇംഗ്ലീഷ്, എന്ന് വെച്ചാൽ ടിപ്പിക്കൽ കൊറിയൻ ഭാഷ പറയുന്ന ഒരു ഇംഗ്ലീഷ് ഇല്ല, എന്ന് വെച്ചാൽ അത്ര ഫ്ലൂവൻസി ഇല്ലാത്തൊരു ടൈപ്പ് ഇംഗ്ലീഷാണ് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയില്ല. ബ്ലൂ പാറ്റ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. പിന്നെ അങ്ങനെ കുറെ വേർഡ്സ് ഒക്കെ എന്താ ഐ വിഷ് യു ഹാഡ് എ ഗുഡ് ടൈം, പിന്നെ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയും. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല രസമുണ്ട്. വോക്കൽസ് ഇസ് സോ ഗുഡ്. അതായത് നമ്മൾ ടേയുടെ വോക്കൽസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ഡീപ്പാണ്, ഇച്ചിരി കൂടെ സോൾഫുൾ ഡീപ്പ് വോക്കൽസ് ആണ്. ഒരു പ്രത്യേക തരം വോക്കൽസ് ആണ്. പക്ഷേ നമുക്കിപ്പോൾ BTSലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സൗണ്ട്സിൽ ഒന്നാണ് ടേയുടെ. സോ നല്ല രസമുണ്ട്. എനിക്ക് ആ ഫോഴ്സായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് അത് കണ്ടിട്ട് ബാക്കി വേണം. ഒട്ടും പ്രതീക്ഷ ഡ്രംസ് പെട്ടെന്ന് കിക്ക് ചെയ്തു. അത് മാത്രമല്ല അവരുടെ വോക്കൽസ് ഈസ് സോ ഗുഡ്. ലൈക്ക്
ലൈക്ക് ഒരു ഫോസേരെ മോഡാണ് പാടുന്നത്. ആ ഫോസേരയിലേക്ക് നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. നമുക്ക് എന്തായാലും എനിക്കറിയില്ല പോസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടാണ് പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാൻ. വോക്കൽസ് ആയിക്കോട്ടെ, എനിക്ക് ലിറിക്സ് അത്ര ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ടു ബി ഓണസ്റ്റ് സബ്റ്റൈറ്റിൽസ് ഉണ്ടെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ വേർഡ്സ് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇച്ചിരി ഒരു ഫ്ലുവൻസി കുറഞ്ഞ പക്ഷെ ഒരു രസമുള്ള ടൈപ്പ് ഒരു സ്ലാങ് ആണ്. പക്ഷെ ക്ലിയർ ആവുന്നില്ല, പക്ഷെ ക്ലിയർ ആവാത്തൊരു എന്താ പറയാ ആ ഒരു പ്യുവർനെസ് ഉണ്ട്. ആ ഒരു എന്താ പറയാ കൂടുതലേക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ അതിൽ തന്നെ ഒരു രസമാണ്, അതിൽ തന്നെ കുറെ ഒരു ഭംഗിയുണ്ട്. ആ ഭംഗിയൊക്കെ നല്ല രസമാണ്. അതിൽ തന്നെ ഉള്ളൊരു ഞാൻ കൂടുതൽ പറഞ്ഞില്ല, ആക്കുന്നില്ല, നമുക്കത് കണ്ടു നോക്കാം. സോ കഴിഞ്ഞില്ലേ? Winter Bear. So guys, അതായിരുന്നു Winter Bear by V. ഒരു ക്യൂട്ട് ലിറിക് സോങ് വിത്ത് സം ക്യൂട്ട് ലിൽ ലിറിക്സ് ചെയ്തു. കാരണം കുറച്ച് ലിറിക്സ് ചെയ്തു അതിനകത്ത്. പക്ഷെ എന്നാൽ കൂടുതലും പ്രൊഡക്ഷൻ ആയിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിലോട്ട് കൂടുതലും പ്രൊഡക്ഷൻ ആയിരുന്നു. ഡ്രംസിലും നൈസ് വയലിൻസിലും സ്ലോ ബാലൻസ് സോങ് ആയിരുന്നു. പിയാനോ ബാലൻസ് നല്ല രസമുണ്ട് കേൾക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും. നല്ല രസമുണ്ട്. ക്യൂട്ട് റൺസ് ഉണ്ടായിരുന്നു കുറെ. പിന്നെ അതിന് വിഷ്വൽസ് ആയിട്ട് പക്ക എസ്തെറ്റിക് വിഷ്വൽസ് ആയിരുന്നു കേട്ടോ. ലൈക്ക് പക്ക എസ്തെറ്റിക് വൈബ്സ് ഉള്ള ഒരു വിഷ്വൽസ് ആയിരുന്നു. ഓവറോൾ ഇറ്റ് വാസ് എ ക്യൂട്ട് ലിറ്റിൽ ക്യൂട്ട് സോങ് എന്ന് പറയാലോ. പക്ക ഒരു ക്യൂട്ട് സോങ് ആയിരുന്നു. സോ ഇറ്റ് വാസ് നൈസ് സോങ്. Definitely something I would listen to, like പ്രത്യേകിച്ച് രാത്രിയിൽ നൈറ്റ് വൈബ്സിനെ കേൾക്കാൻ പറ്റിയ സോങ് ആണ്. നമുക്ക് വെച്ചാൽ നൈറ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് ലൈക്ക് വെറുതെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുവാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് കിടക്കുമ്പോൾ നമ്മൾ നൈസ് ആയിട്ട് കേൾക്കാൻ പറ്റിയ ടൈപ്പ് സോങ് ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് കേൾക്കാൻ പറ്റിയ സോങ് ആണ്. സോ എന്തായാലും നമുക്ക് അടുത്ത സോങ്ങിലോട്ട് പോകാം. അടുത്ത സോങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോണ ബി Inner Child by V itself. So let's go. Inner Child by V. Let's go. Damn. 그때우리 참 많이 힘들었지. 너는 좋아하는 편 올려놓으면서 Wow, I love the line. 넌 하지 않아. 하지만 난 화보였는 girl. 난 새겨오지. 아팠을 거야. 아무 힘들었을 거야. 그런 눈빛이 Yo. 쫓아는 들고는 I tell you 그녀의 나의 롱이 너무 좋았던 저 빅토리였어. 내가 술을 마시고 내 문을 두드리네. We gonna change. 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 എനിക്ക് ശരിക്കും സ്റ്റാർട്ടിംഗ് ലൈൻ തന്നെ ഇഷ്ടപ്പെട്ടിട്ട്. We looking at the stars, it's too far away, we know we never gonna catch them എന്നൊക്കെ പറഞ്ഞ ലൈക്ക് സ്റ്റാർസ് എനിക്കൊന്ന് അത് തന്നെ ഒരു പാസ്റ്റ് റിസംബിൾ ചെയ്യുന്ന സംഭവമാണ്. കാരണം we gonna look up the stars and it's too far away എന്ന് വെച്ചാൽ മേ ബി ആ പാസ്റ്റിൽ ഇവൻ ഒന്നും അല്ലായിരുന്നപ്പം ലൈക്ക് it seems
impossible, it seems so far away to reach where he is now. Like ഇപ്പൊ അവൻ എത്തിയിരിക്കുന്ന അവിടെ എത്തിപ്പെടാൻ like so years back അവൻ വിചാരിക്കുമ്പോൾ it's too far away, right? So അതാണ് തോന്നുന്നു അവൻ ഉദ്ദേശം മെയിൻലി. കാരണം like looking at the stars, it's so far away. And I walked through the endless nights എന്നൊക്കെ പറയുന്നുണ്ട്. It was too difficult. സ്റ്റാർട്ടിങ് ലൈൻസ് ഒക്കെ ഭയങ്കര രസമുള്ള ലൈൻസ് ആട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കാണാം. ലിറിക്സ് ഒക്കെ പക്കയായിരുന്നു. ലിറിക്സ് സ്റ്റാർട്ടിങ് അടിപൊളിയാട്ടോ ലിറിക്സ്. At the time we had it down. Looking up the those stars in the sky, too far out of reach. Damn, that's so good. Filling galaxies, but I saw you in the galaxy. Yo, another night. I like to watch endless life. Actually, this song is definitely reflecting on his past life. സത്യം പറയാം, കാരണം ഒരു പാസ്റ്റിനെ പറ്റി സംസാരിക്കുന്നത് ലൈക്ക് സ്റ്റാർട്ടിങ് തന്നെ പറയുന്നുണ്ട് ലൈക്ക് ലുക്കിംഗ് അറ്റ് ദി സ്റ്റാർസിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു റെഫറൻസ് ആണെങ്കിലും പിന്നെ വരുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും ലൈക്ക് എൻലെസ് നൈറ്റ്സ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കാരണം അവരുടെ പാസ്റ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ് വാസ് സോ ഡിഫിക്കൽട്ട് ഫോർ ദം. ലൈക്ക് അപ്പോൾ അവരുടെ ലുക്സിന്റെ ബേസ്ഡ് ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന മ്യൂസിക്കിന്റെ ബേസ് ആയിക്കോട്ടെ, അവർ വന്ന ഒരു രീതി വെച്ചായിക്കോട്ടെ, ശരിക്കും സ്ട്രഗിൾ ചെയ്ത് വന്നവരാ. എനിക്ക് തോന്നുന്നു അവർ ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് മനസ്സിലായ രീതി അതാണ്. അങ്ങനെ അല്ലെങ്കിൽ ടോട്ടലി മേ ബി എന്റെ അസംഷൻ ഫുള്ള് റോങ് ആയിരിക്കാം. പക്ഷെ എനിക്ക് ഫീൽ ലിറിക്സ് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു അസംഷനാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. ആൻഡ് വി കോൺ ചേഞ്ചിന്റെ ആ ഒരു അതിന് മീനിങ് ഒക്കെ കൃത്യമായിട്ട് ഒന്നും മനസ്സിലായില്ല. വി കോൺ ചേഞ്ച് മേ ബി അവരിങ്ങനെ വരുന്നതുകൊണ്ട് അവർ ചേഞ്ച് ചെയ്ത് അവരുടെ സർക്കംസ്റ്റാൻസ് ചേഞ്ച് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ പക്ഷേ ലിറിക്സ് എനിക്ക് കേട്ട അത്ര വെച്ച് നൈസാകും. ഒരു പറയുന്ന വേർഡ്സ് എല്ലാം അടിപൊളിയാട്ടോ. ലൈക്ക് ഭയങ്കര എന്താ പറയാ ആ ബീറ്റ് ആയിക്കോട്ടെ സോങ്ങിന്റെ ഭയങ്കര ഒരു അപ്ലിഫ്റ്റിംഗ് ആ ഹുക്കിലോട്ട് വരുമ്പോൾ അപ്പ് ബീറ്റ് ആണ് അല്ല. സോ ഞാൻ നല്ല രസമുണ്ട് ടോട്ടലി. ആൻഡ് ടോക്കിംഗ് അബൌട്ട് എവറിത്തിങ്. എനിക്കൊന്ന് പാസ്റ്റ് ആണെന്ന് തോന്നുന്നു മെയിൻലി. കാരണം ഈ വീഡിയോ എനിക്ക് അയച്ചെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു പാസ്റ്റിനെ പറ്റി സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എനിക്ക് എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് സുഖമായിട്ട്. സോ ഞാൻ നമുക്ക് എന്തെങ്കിലും ബാക്കിയാണ്. Can you hold that hand? I'll become you. I'll become you.
സോ ഗൈസ് അതൊരു ഇന്നർ ചൈൽഡ് മേ ബി കാരണം ടൈറ്റിൽ തന്നെയാണ് ഇന്നർ ചൈൽഡ് മേ ബി ഇൻസൈഡ് ചൈൽഡ് ലൈക്ക് മേ ബി അവന്റെ പാസ്റ്റ് ലൈഫിൽ അവൻ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവൻ ഗ്രോയിങ് സ്റ്റേജ് അല്ലെങ്കിൽ അവൻ ലൈക്ക് ഹിസ് ബഡിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ സമയത്തുള്ള മേ ബി ആ സംഭവം റിഫ്ലക്ട് ചെയ്യുന്നത് മെയിൻലി. സോ സോ ഗ്രേറ്റ്. ഐ ലവ് ദിസ് സോങ്. ഐ ലവ് ദി ലിറിക്സ്. ഗ്രേറ്റ് സോങ്. പിന്നെ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് റെഫറൻസസും അങ്ങനെ ഹഗ് ദ തോട്ട്സ് ഇത് ബഡി ക്ലോസ് ആ റെഫറൻസസ് എല്ലാ റെഫറൻസസ് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നത് തന്നെയായിരിക്കും എഴുതിയത്. ആ ലിറിക്സ് അടിപൊളി. ഇത്ര നല്ല ലിറിക്സ് ലൈക്ക് ലാസ്റ്റ് സോങ് കേട്ടപ്പോഴാണെങ്കിലും കുറച്ച് ലിറിക്സ് ഉള്ളതാണ്, പക്ഷേ ലിറിക്സ് സോ ഗുഡ്. ഇതിലാണെങ്കിൽ റെഫറൻസസ് ഒക്കെ വേറെ ലെവലാണ്. സോ നമുക്ക് എന്തായാലും ഇനി ലാസ്റ്റ് സോങ് ഇട്ട് ലാസ്റ്റിന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ഇറങ്ങിയ സോങ് ആണ്. ഇത് ഒരു OST-ലെ ടൈറ്റിൽ ട്രാക്കാന്ന് തോന്നിയത് ഒരു. സോ നമുക്ക് എന്തായാലും അതേ ഡിലേ ഞാൻ റിയാക്ഷൻ തുടങ്ങാം. Christmas Tree by We. Let's go. It's moment I see you. It always comes around this time of it. When the rain stops, you shine on me. Your life's the only thing that keeps the cold out. You in the summer night, we're strong enough to stars to sing like Christmas trees for us. So I tell you, really tiny things that you've never known. Yeah, just tangled up inside, and I tell you a million little reasons for falling for your eyes. I just want to be where you are. Such a stranger. ഞാൻ അതിനെ പറഞ്ഞത് വീട് വെച്ചത് ഭയങ്കര സോൾഫുൾ ഡീപ് വോക്കൽസ് ആണെന്ന്. ഇപ്പൊ സ്റ്റാർട്ടിങ് തന്നെയാണെങ്കിൽ ഒരു പക്ക ഒരു ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റിയ വോക്കൽസ് ആണ് വീട്. പക്ഷെ പക്ക ഇങ്ങനത്തെ ഒരു അക്വസ്റ്റിക് വൈബ്സിൽ പക്കായിട്ട് ഒരു ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ഇമോഷൻസ് പുറത്തിടാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് വി എന്ന് പറയുന്നത്. സോ ഇവരിപ്പോ കേട്ട ഇതാണേലും വീട് നല്ല രസമുണ്ട് കേൾക്കാൻ. എന്തെങ്കിലും ബാക്കിയാണ്. അതുപോലെ ഞാനിപ്പോ ഇവന്റ് എന്ന് പറഞ്ഞു. സോ അത് പറയുമ്പോഴാണ് ഇപ്പൊ ഇവന്റ് എന്ന് പറഞ്ഞവർ ഇപ്പൊ താഴെ ആരെങ്കിലും കമന്റ് ചെയ്യും ഇവന്റ് എന്നൊന്നില്ല പറയുന്നത് വി എന്ന് പറഞ്ഞാൽ പോലെ വിന്റെ ലൈക്ക് ഇവന്റ് മീൻസ് ലൈക്ക് ഹിം നോട്ട് ഹി എന്ന് പറയുന്നത് ഇവന്റ്. ഞാൻ ഇതിനു മുമ്പ് കണ്ടു എനിക്കൊന്ന് യുങ്കിന് എന്നൊന്ന് ഇവന്റെ ഭാഗം കൊള്ളാം അങ്ങനെ എന്തോ പറഞ്ഞപ്പോ പെട്ടെന്ന് ആരും താഴെ കമന്റ് ചെയ്തിട്ട് പറഞ്ഞില്ല ഇവന്റ് എന്തിനാ പറയാ. ലൈക്ക് ഇവന്റ് മീൻസ് ഹിം ലൈക്ക് അത് ഒഫൻഡ് ചെയ്യുന്നൊരു തോന്നുന്നു ആരെങ്കിലും. ലൈക്ക് ഇവൻ എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ബാഡ് വേർഡ് റൈറ്റ്. ഞാൻ തെറിയുന്നല്ല. ഇവൻ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഹിം ഓർ ഹി എന്ന് പറയുന്നതല്ലേ. സോ അതൊരു ചീത്ത ഒരു വേർഡ് ആണെന്ന് എനിക്ക് തോന്നില്ല, അല്ലെങ്കിൽ ഒരു വൃത്തിയായിട്ട് രീതിയിലാണ് മെൻഷൻ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. സോ അതുകൊണ്ട് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല വിശ്വസിക്കുന്നു. സോ നമുക്ക് എന്തെങ്കിലും ബാക്കിയാണ്. I just want to be where you are. It's such a stranger thing to do. Sometimes I don't understand you, but it always brings me back to where you are. Yo. അടിപൊളിയാട്ടോ So I tell you a million tiny things that you never know. Yeah, I guess take your love.
telling you a million little reasons falling for your eyes. I just want to be where you are. It's so good. So അതാണ് ക്രിസ്മസ് ട്രീ ബൈ വി. ആ ഒരു ഹുക്ക് സോ ലൈക്ക് എന്തൊരു മെലൻകോളി വേർഡ്സ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഫീലിംഗ് ആണ്. നല്ല രസമായിരുന്നു ഹുക്ക് കേൾക്കാൻ. എന്നെ എടുക്കുന്ന ഒരു പോസ്റ്റർ ആയിക്കോട്ടെ നല്ല രസമായിരുന്നു. പിന്നെ അധികം പോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ വീണ്ടും ലെങ്ത് കൂടി പോകണമെന്ന് പറഞ്ഞാൽ അധികം പോസ്റ്റ് ചെയ്ത് റിവൈൻഡ് ചെയ്യാൻ നല്ല വോക്കൽസ്, പക്ക വോക്കൽസ് റേഞ്ച്, അവൻ്റെ ഹൈ ഫോസേറ്റേഴ്സും ഉണ്ടായിരുന്നു. നല്ല രസമാണ്. അവൻ്റെ ഡീപ് വോക്കൽസ് ആണെങ്കിലും വേറെ ലെവലായിരുന്നു. സോ ഓവറോൾ മൂവ് സോങ് ചെയ്തു. എനിക്കൊന്നില്ലെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെട്ട ഇന്നർ ചൈൽഡ് ആണെന്ന് തോന്നുന്നു. ഇന്നർ ചൈൽഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സോങ്ങും എല്ലാ സോങ്ങും നല്ലതായിരുന്നു. കാരണം വിൻഡോ പിയർ ആണെങ്കിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വൈബ് ആയിരുന്നു. ഇച്ചിരി എസ്തെറ്റിക് വൈബ്സ് ആയിരുന്നു. ഇന്നർ ചൈൽഡ് ഇച്ചിരി ഡീപ്പ് മീനിങ് ആയിരുന്നു. ഇതിൽ പക്ക വോക്കൽസ് ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്തു ട്രാക്കായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു. സോ 3 ട്രാക്ക് വാസ് ലൈക്ക് വേറെ കാറ്റഗറീസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. സോ യാ ഐ ലവ് ദ ഓൾ. സോ യാ ഇതാണ് എൻ്റെ റിയാക്ഷൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ അടുത്ത റിയാക്ഷൻ ചെയ്തുകൊണ്ട് താഴെ കമന്റ് ചെയ്യുക. സോ യാ, see you guys next time. Until then, peace. Don't you wanna get away?